ആരായി കൃഷ്ണപ്രിയ? എന്താ സാർ പ്രശ്നം? ഏയ് എന്തിനാ കാണുന്നേ? ഒന്നുമില്ല സാറേ. സാറിന്റെ പണി നോക്ക്. എന്താ സർ? നിങ്ങളാണോ കൃഷ്ണപ്രിയ? അതെ. ഒരു മൊബൈൽ നമ്പറിൻ്റെ കാര്യം അറിയാനായിരുന്നു. ഈ നമ്പർ നിങ്ങളുടെ അല്ലേ? എൻ്റെ അല്ല, എൻ്റെ മോൻ്റെയാണ്, നവീൻ്റെ. ചെറുക്കനിപ്പോൾ ഏത് ക്ലാസ്സിലാ? അവനിപ്പോൾ ബിടെക് കഴിഞ്ഞ് നിൽക്കുക. എന്താ സർ? അവനിപ്പോൾ എവിടെയുണ്ട്? ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലാന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ചോദിച്ചത്. പറയൂ മാഡം. അവൻ 2 ദിവസം മുമ്പ് ഒരു ടൂറിന് പോയതാ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എവിടെ? അതൊന്നും അവൻ വീട്ടിൽ പറയാറില്ല. അതായത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കഴിഞ്ഞ 2-ാം തീയതി മുതൽ അവൻ സ്ഥലത്തില്ല. കറക്റ്റ് അല്ലേ? അതെ. അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? ഏയ്, അവന് പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അയ്യോ, എന്താ പറ്റി സർ? അപ്പോഴേ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുറച്ചു കാലം ജയിലിലും കോടതിയിലുമായിട്ട് കാത്തു കിടക്കാനായിട്ടുള്ള യോഗം പൊന്നുമോനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നവീൻ്റെ അച്ഛനോട് ഇന്ന് തന്നെ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഹലോ. സാറേ, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ഇല്ല, ബോധം വന്നില്ലെന്നാണ് പറഞ്ഞത്. അല്ല, ആ കൊച്ചു അബോധാവസ്ഥയിലാണെങ്കിൽ പിന്നെ എന്തിനാ പെട്ടെന്ന് അവർ വിളിച്ചേ? അല്ല സാറേ, ആ അനൂപ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞു. ഏത് നമ്മുടെ സൊസൈറ്റി? ഓഹോ, ശരി. എന്തു പറ്റി സാറേ? അല്ല, നമ്മുടെ ആ അനൂപില്ലേ, ആ സൊസൈറ്റി സെക്രട്ടറി, ഓ, അവനെ 1-2 തവണ താലൂക്ക് ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് കണ്ടത്. അതിനെന്താ സാറേ? ആശുപത്രിയിൽ എന്തൊക്കെ ആവശ്യത്തിന് പോവാം? ഒന്നുമില്ല. അനൂപ് നാളെ വരുമെന്ന് പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദന, പിന്നെ നാളെ പോകാന്ന് വെച്ചു. എടാ, സാറ് നിന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ല. കോളേജിലെ സീനിയറാ. വാ ചോദിക്കട്ടെ. അല്ല, ചായ കുടിക്കണില്ലേ? കുടിക്കാമേ, ഇതാ വരും. സാറിന് എന്താ ശരിക്കും അറിയണ്ടത്? 2 കാര്യങ്ങൾ. രണ്ടിനും കൺവിൻസിംഗ് ആയി ഉത്തരം നീ നൽകിയാൽ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. കൺവിൻസിംഗ് ആയില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത് സ്റ്റേഷനിലോട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല സാറ് പറയണത്. വശപ്പിശകായ സാഹചര്യത്തിൽ നിന്നെ ലക്ഷ്മണൻ്റെ വീടിൻ്റെ പിന്നിലും അയാളുടെ മകൾ കിടക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തും കണ്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. അതിന് 2നും ഒരു എക്സ്പ്ലനേഷൻ തന്നാൽ മതി. ഇതാണോ കാര്യം? ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയതാണ് ലക്ഷ്മണേട്ടൻ. പിന്നെ സൊസൈറ്റിയിൽ പാല് കൊടുക്കലും വാങ്ങലും ഒക്കെ ഞങ്ങൾ കൂടുതലെടുത്തു. പിന്നെ മോൾക്കും ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എന്തായി, എവിടെ വരെ ആയി എന്ന് അന്വേഷിക്കാൻ ചെന്നതാണ്. ഓ, അത് ശരി. എന്താ മോനെ? ഒന്നുമില്ല. നിങ്ങൾ ഗ്ലാസ്മേറ്റ് ആണല്ലേ? അതും അയാളുടെ വീട്ടിൽ വെച്ച്? ഗ്ലാസ്മേറ്റ്. വീട്ടിൽ കൊണ്ടുപോയി അടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. 1-2 തവണ. അല്ല, ഇതൊക്കെ സാറിനോട് ആരാ പറയണേ? കഷ്ടകാലത്തിന് പോലീസിലായി പോയില്ലേ നീ ആ ജോലി? അപ്പോൾ നിങ്ങൾ 2 പരിചയക്കാരായതുകൊണ്ട് പോയതാണ്. ശരി, ഞാൻ വിശ്വസിച്ചേക്കാം. പക്ഷേ നീ എന്തിനാ താലൂക്ക് ആശുപത്രിയിൽ പോയത്? അതും ലക്ഷ്മണനെ കാണാനായിരുന്നോ? അത് ഞാൻ അവളെ കാണാൻ പോയതാ. ആരെ? ലക്ഷ്മണുമായിട്ടുള്ള അടുപ്പം ശരി, പക്ഷെ അയാളുടെ മോളുമായിട്ട് അതേ അടുപ്പം ഉണ്ടായിരുന്നു. ഇത് പൊന്നിയായിട്ട് ഇതല്ല, വേറൊരു പെൺകുട്ടി. അവിടെ തന്നെ നേഴ്സാണ്, താലൂക്ക് ആശുപത്രിയിൽ. എന്താ അവളുടെ പേര്? തൻസി. അപ്പോൾ അവളെ കാണാൻ പോയതാ? ആ, ആയിക്കോട്ടെ. നാളെ ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കും. ഞാനെന്തായാലും വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോ പോലീസുകാരും കല്യാണ കേസുകളൊക്കെ അന്വേഷിച്ചു തുടങ്ങിയാ. ജോലിയുടെ ഭാഗം നടക്കട്ടെ. പിന്നെ നിന്റെ കഥകളൊക്കെ എനിക്കറിയാം. BSc നഴ്സിംഗ് റാങ്കോടെ പാസ്സായി കാനഡയിൽ പോകാൻ കൊതിയോടെ നിൽക്കുമ്പോഴാണ് 1-2-3 അടിപൊളി കേസുകളൊക്കെ പോയി പെട്ട് ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ പറ്റാതെ നിൽക്കുകയെന്ന് അമ്മ പറഞ്ഞു. ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. JP. ഹലോ, സാറെവിടെ? ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. കള്ളുടിയാണെങ്കിൽ ഇന്ന് വയ്യ. അതിനല്ലെന്നേ. എന്നാൽ ഞാനൊരു അരമണിക്കൂറിനകത്താം. ശരി അനൂപേ, പോട്ടെ അമ്മ. ശരി. എന്തുട്ടാ പ്രശ്നം? എന്ത് പ്രശ്നം? അമ്മ തന്നെ എല്ലാവരോടും ഈ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കണം. പിന്നെ പറയാണ്ട് അത് അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു ചിന്ത ചില ഡോക്ടേഴ്സിനുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ സാർ ഇത് സീരിയസ് ആയി പറഞ്ഞപ്പോൾ
ഞാൻ ഇന്നലെ വൈകിട്ട് കുട്ടീനെ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആൻഡ് ഡീപ്പ് എക്സാമിൻ ചെയ്തു. എനിക്ക് 3 പോയിന്റുകളാണ് പറയാനുള്ളത്. പറയൂ. നമ്പർ 1, ഷീ ഈസ് നോട്ട് എ വെർജിൻ. ഓ, അതൊരു തെറ്റാണെന്നൊന്നുമല്ല. ഒരു പക്ഷേ ഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്സ് ആണെങ്കിൽ കാര്യം മാറിയില്ലേ? യു മീൻ റേപ്പ്? ഉറപ്പൊന്നുമില്ല. നമ്പർ 2, കുട്ടിയുടെ ഇടത് തൊടയിൽ ഒരു മൈൽഡ് ചതവ് കാണുന്നുണ്ട്. ഓ, പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. അവളുടെ കഴുത്തിൽ ബലമായി ആരോ ഞെക്കി പിടിച്ചിട്ടുണ്ട്. അതിലിപ്പോ കയറ് മുറുകേന്റെ ശതം എത്ര, കൈ ഞെക്കി പിടിച്ചതിന്റെ ശതം എത്രയാണെന്ന് എനിക്കിപ്പോ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. യു മീൻ ആരോ അവളെ കൊല്ലാനായി കഴുത്തിന് കുത്തിപ്പിടിച്ചു, മരിച്ചെന്ന് കരുതി കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. ഇസ് ഇറ്റ്? ആയിക്കൂടുന്നില്ല. ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. കുട്ടിയുടെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നിങ്ങളുടെ ക്ലീനിങ്ങിൽ കഴിഞ്ഞു കാണും. എങ്കിലും വിരലടയാളം എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി. എല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് ട്രേസസ് വിൽ ബി ദേർ. യു പീപ്പിൾ ക്യാൻ ചെക്ക് ഇറ്റ്. പിന്നെ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. എന്നാ ഞാൻ അങ്ങോട്ട്. ആ സാറേ, SP വിളിച്ചിരുന്നു. കുറച്ച് ചൂടില്ല. മറ്റേ കേസിൽ നമ്മൾ ഉഴപ്പുന്നു എന്നാണ് അവർ പറയുന്നത്. ആദ്യം ഈ കേസൊന്ന് തീരുമാനം ആവട്ടെ ശോഭ. ശരി. അതെ സാറേ, ഈ ലക്ഷ്മണന് സ്വയം തരുന്നില്ല ഏട്ടാ. സാറെപ്പോ വരും എന്ന് ചോദിച്ചിട്ട്. ഏതായാലും ഇത്ര നേരം ആയില്ലേ, ഞാൻ വന്നിട്ട് പോകാന്ന് പറ. ആ ആ ശരി സാർ. കിട്ടിയോ? സാർ ബാ. അവിടെ ചെന്നിരിക്കും. സാറെ പോയി വരൂടോ. ഇരിക്കും. ആ, സർ, എങ്ങോട്ടാ? സർ, ആ പോക്സോന്റെ ഒരു വിക്നസ് ഉണ്ട്. അയാളൊന്ന് കണ്ടിട്ട് വരാം. പോകുന്ന വഴി റേഞ്ച് ഓഫീസർ ഒന്ന് കയറിയിട്ടെ ആ റെയ്ഡിൻ്റെ കൺസെൻറ്റ് എന്തായെന്ന് ചോദിച്ചാലേ. ശരി സർ. ആ ലക്ഷ്മണ, ഊണ് കഴിച്ചായിരുന്നോ? ഇല്ല സാർ, ഞാൻ ഷോ നേരെ എത്ര ആയല്ലോ. അശോക, ഇയാൾക്ക് ആഹാരം ഒന്നും കൊടുക്കാത്തത്? അത് സാറേ, അത് പിന്നെ സാറേ പാർസൽ വല്ലതും മേടിക്കണം. ഒരു കാര്യം ചെയ്യും, നമ്മൾ വരുന്ന വഴി കഴിച്ചാലേ. എനിക്ക് വന്ന പൊതിയില്ലേ, ആ. അത് ലക്ഷ്മണൻ കൊടുക്കേ. ആ ശരി. ഊണ് കഴിച്ചിട്ട് പോവാം. ചേട്ടാ, സിയെ വിളിക്കുന്നു. ചെല്ലു. ലക്ഷ്മണ, ഊണ് കഴിച്ചായിരുന്നോ? ആ. വാ, ഇരിക്കും. ലക്ഷ്മണ, നീ ഇനി സമാധാനമായിട്ട് പറ, നിന്റെ മോളെ നീ എന്തിനാ കൊല്ലാൻ നോക്കിയത്? എന്താ? തെളിവുകളോടെയാണ് എൻ്റെ ചോദ്യം. നീ നിന്റെ മോളെ എന്തിനാ കൊല്ലാൻ നോക്കിയെന്ന് പറ ലക്ഷ്മണ. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? സാർ
ഇതിൽ സംഭവിച്ചതൊന്നും നീ എഴുതാതെ വിട്ടിരിക്കുന്നു. ഇത് കൃത്യമായി നീ ഒന്ന് പൂരിപ്പിക്കണം. അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ കൃത്യമായി നീ ഇതിൽ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ എല്ലാം വെടുപ്പായിട്ട് എന്നോട് പറയാം. സാറേ അവളെന്റെ ജീവനാ. ആ കുട്ടിയുടെ കഴുത്തിൽ ആരോ ശക്തിയായി ഞെരിച്ചിരിക്കുന്നു എന്ന ഡോക്ടറുടെ റിപ്പോർട്ടായത്. ആ പതിഞ്ഞിരിക്കുന്ന കൈപ്പത്തി നിന്റേതാണെന്ന് ഉറപ്പിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഇതാ. ഇനി പറ ലക്ഷ്മണ, എന്താണ് സംഭവിച്ചത്? അന്ന് രാവിലെ 9 മണിയോടുകൂടി പൊന്നി കുളിക്കാൻ കയറി. എനിക്ക് മൃഗാശുപത്രിയിലേക്ക് ഒന്ന് വിളിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നിന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് നീ പൊന്നിയുടെ ഫോൺ എടുത്ത് വിളിച്ചു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്സപ്പിലേക്കൊരു വീഡിയോ വന്നു. അത് കണ്ട് നീ ഞെട്ടി, നിന്റെ മോളും ഞെട്ടി. ഈ കഥ നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ. അന്ന് പറഞ്ഞതിൽ വിട്ടുപോയത് എന്തെങ്കിലും, അല്ലെങ്കിൽ പറയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനുള്ള ലാസ്റ്റ് ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലക്ഷ്മണ? പറയണം. അന്ന് പറയാത്ത ചില കാര്യങ്ങളുണ്ട് സാറേ. ഞാൻ ഇറങ്ങാണ്. വരാം. എന്താപ്പാ ഇതെന്താടി നായിന്റെ മോളെ? ഇതിനാണോടി ഞാൻ നിന്നെ കോളേജിൽ വിടുന്നത് പഠിക്കാൻ? തമ്മയില്ലാണ്ട് ഇത്രയും വളർത്തിയന് തമ്മല്ലടി നീ. ഉണ്ണാണ്ട് ഉറങ്ങാണ്ട് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് പഠിപ്പിക്കാൻ അയച്ചത് ഇതിനാണടി. ആദ്യം പറഞ്ഞപ്പോൾ ഈ അടി സീക്വൻസ് ഇല്ലായിരുന്നല്ലോ ലക്ഷ്മണ. പേടിച്ചിട്ടാ. ഞാൻ അടിച്ചതിൻ്റെ വിഷമം കൊണ്ടാണോ അവള് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് നിങ്ങൾ സംശയിച്ചാലോ എന്ന് കരുതിയിട്ടാ. യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ സാറേ. നീ ആ ഫോണിൽ തന്നെ നീ പറഞ്ഞത് 95% ശരിയാണ്, 5% കളവാണ്. സാറേ ഞാൻ എന്ത് കളവാ പറഞ്ഞത്? നീ ആ വീഡിയോ കണ്ടു, നീ കണ്ടെന്ന് അവളും കണ്ടു. ആ ദേഷ്യത്തിന് നീ അവളുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു. അല്പസമയത്തിന് ശേഷം നീ കൈവിട്ടു, അവൾ താഴെ വീണു. അതുവരെ കറക്റ്റാണ്. വീണ് കിടന്നിട്ട് അവൾ ചുമച്ചു എന്ന് പറഞ്ഞത് കള്ളം. അല്ല സാറേ, അവൾ ചുമച്ചില്ല ലക്ഷ്മണ. അവൾ അനങ്ങിയില്ല, അഥവാ അനക്കമില്ല. അവൾ മരിച്ചുപോയെന്ന് കരുതി നീ ടെൻഷനായി, ശരിയല്ലേ? പെട്ടെന്ന് അവളെ കെട്ടിത്തൂക്കുകയല്ലാതെ നിന്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. നീ അവളെ കെട്ടിത്തൂക്കി തൊഴുത്തിലേക്ക് പോയി. ആയുസിൻ്റെ വലിപ്പം കൊണ്ട് അപ്പോൾ വീട്ടിലേക്ക് വന്ന അയൽക്കാരി രമ അത് കണ്ടു. അവരലറി വിളിച്ച് ആളെ കൂട്ടി. ഇതല്ലേ സത്യം? അല്ല സാറേ, മുത്തപ്പനാണേ അല്ല. അത് കഴിഞ്ഞ് അവള് എൻ്റെ കാല് വട്ടം പിടിച്ച്. അത് കഴിഞ്ഞാ ഞാൻ പുറത്തേക്ക് പോയത്. ഞാനല്ല സാറേ. എന്നാൽ പിന്നെ പോലീസിൻ്റെ മുന്നിലുള്ളത് ഒരേ ഒരു സാധ്യതയാണ്. സാഹചര്യ തെളിവുകളും അതിനാണ് ബലം നൽകുന്നത്. അത്യാവശ്യം നല്ല മദ്യപാനിയാണ് ലക്ഷ്മണനെന്ന് അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇല്ല സാർ,
ഞാൻ ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ. സാറ് പറയട്ടാ. മദ്യലഹരിയുടെ അബോധത്തിൽ മകളെ ബലാത്കാരമായി പ്രാപിച്ച ലക്ഷ്മണൻ അത് പിന്നീടുള്ള ദിവസങ്ങളിലും തുടരാൻ ശ്രമിച്ചപ്പോൾ അവൾ എതിർത്തു. താനിത് ലോകത്തോട് വിളിച്ചു പറയൂന്ന് അവൾ പറഞ്ഞു. പിന്നെ അവളെ കെട്ടിത്തൂക്കി കൊല്ലുകയല്ലാതെ തെമ്മാടിത്തരം പറഞ്ഞ പന്നിയുടെ മോനെ. തല്ലല്ലേ സാറേ. തല്ലല്ലേ സാറേ. മതി മതി, ഇനി തല്ലി അവൻ ചത്തു. ലക്ഷ്മണ, സ്വന്തം മോളെ കൊല്ലാൻ നോക്കിയിട്ട് നീ തന്നെ പരാതിയുമായിട്ട് വന്നാൽ രക്ഷപ്പെടാമെന്ന് കരുതിയോ? ആ കൊച്ചിനുടനൊന്നും ബോധം തെളിയില്ല എന്ന് നിനക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ നീ അഭ്യാസം കാണിച്ചത്? എനിക്കും ഒരു പെൺകുട്ടിയാ. ചെയ്ത തെമ്മാടിത്തരത്തിന് നിന്നെ നിയമത്തിന്റെ മുമ്പിൽ സമാധാനം പറയിപ്പിച്ചിട്ടേ ജയചന്ദ്രൻ അടങ്ങൂ. നീ നോക്കിക്കോ. കൊണ്ടുപോയി പൂർണ്ണായി പൊളയാടി മോനെ. അങ്ങോട്ട് നടക്കടാ. കൈ വെക്കുന്നു. വാ ഇരിക്കടോ. കഴിക്ക്. ലക്ഷ്മണ സാർ, ലക്ഷ്മണ ഓടി. ലക്ഷ്മണ ഓടി. മോൻ, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ? ചായ കൊടുക്കുമായിരുന്നു. ആ പറയാം. എസ് ഐ വിളിച്ചത്. ലക്ഷ്മണൻ ചാടിയിരുന്നു. ഇതുവഴി അവൻ പോയത്. ഇവിടെ ഇവിടെ മാറി നിൽക്കടാ. ഇയാളോട് വന്നിരുന്നു. വന്ന ഇൻഫോം ചെയ്യണം കേട്ടോ. ശരി ശരി. വിളിച്ചിട്ട് കിട്ടണമില്ല. ഇത് എവിടെ പോയി കിടക്കണാവോ? ആ ലക്ഷ്മണേട്ടൻ ജയിലിൽ അടിയുന്ന കേട്ടോ. അതിന്റെ പുറകെ പോയി കാണും. മോളെ നീ സമാധാനപ്പെടാൻ അവൻ വിളിച്ചോളും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ആ, മനുഷ്യപ്പറ്റുള്ളവർ അങ്ങനെയാ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടും. മോളെ നീ നോക്കിയ എന്താന്ന്? ലക്ഷ്മണൻ ചേട്ടൻ എന്താ മോളെ? ഉമ്മുമ്മ, ലക്ഷ്മണൻ ചേട്ടൻ. ആ കഥ അങ്ങ് അടച്ചേക്ക, ആരും കാണണ്ട. ലേശം വെള്ളം. തൻസി ഒന്നും അനൂപിനെ വിളിക്കോ? ഞാൻ കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക, കിട്ടുന്നില്ലെന്നേ. മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പൊന്നിയാണ് സത്യം. അത് ആരെക്കാട്ടും അനൂപിന് മനസ്സിലാവും. ആ ലക്ഷ്മണനോട് വന്നു. അവനെന്തിനാ ഇവിടെ വരുന്നത്? ദേ ഉമ്മ, അദ്ദേഹം കളിക്കരുത്. ഞങ്ങളെല്ലാം അറിഞ്ഞിട്ടാ വന്നത്. സഹകരിച്ചില്ലെങ്കിൽ എന്നെ എന്താ തൂക്കിക്കൊല്ലുവോ? ബിനീഷേ, ഉമ്മ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ ഈ പേരക്കുട്ടിയെ ഞങ്ങളും കൊണ്ടുപോകും. പിന്നെ ഏതെങ്കിലും ജാമ്യമില്ല വകുപ്പ് തലയിലങ്ങ് വെച്ച് കൊടുക്കും.
2 ആഴ്ച വിയ്യൂര് ജയിലില് നല്ല തണുത്ത തറയിൽ കിടക്കാം. എന്താ അത് വേണോ? വേണ്ട സാറേ, ഞാൻ അവിടെ ഉണ്ട്. അത് മര്യാദ. ബിനീഷേ, സാറേ, ഞാൻ എൻ്റെ മോളെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആയിരിക്കാം, ചിലപ്പോ CIക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ എന്റെ ഡ്യൂട്ടി ടൈമിൽ ഒരു പ്രതി ചാടിപ്പോയാ അവനെ ഞാൻ പൊക്കിയിരിക്കും ലക്ഷ്മണ. ബാ ഇറങ്ങ. എവിടെ അവൻ? പച്ചവെള്ളം കൊടുത്തു പോരുന്ന പൊലയാടി മോന്. എന്തോന്ന് മനസ്സിലാക്കാൻ പോലീസിന് തോന്നിവാസം കാണിക്കാനും അതും കണ്ടും കേട്ടും ജനങ്ങളും മിണ്ടാതിരിക്കാത്ത അടിയന്തരാവസ്ഥക്കാലല്ല. എനിക്ക് ലക്ഷ്മണനെ കാണണം. അയാളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ എന്താണെന്ന് എനിക്കറിയാം. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അതെന്താ ഇപ്പൊ കാണാൻ പറ്റത്? എന്താ എന്താ പ്രശ്നം? എന്നാ പോയെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സാറേ, എന്റെ പ്രശ്നം ജനുവിനാണ്. എനിക്ക് ലക്ഷ്മണനെ കാണണം. അയാളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ ഏതാണെന്ന് എനിക്കറിയണം. നീ വാ അനൂപേ, എന്റെ ക്യാബിലേക്ക് വാ. പറയട്ടെ? പറയാനൊന്നുമില്ല. 10-20 വർഷമായിട്ട് എനിക്ക് അറിയണതല്ലേ. ഞാൻ എന്റെ ചെറുപ്പം മുതൽ കാണുന്നതാ. ഇവിടെ വന്നതിന് ശേഷം സീതേച്ചനെ കെട്ടിയതും കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയതൊക്കെ. എനിക്ക് നല്ല സംശയമുണ്ട് സാറേ, ഇതിൽ എന്തോ കളിയുണ്ട്. എന്ത് കളി? അനൂപേ, നീ ഞാൻ പറയുന്നു കേൾക്ക്. സാറേ വേണ്ട, അയാളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകൾ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. അനൂപേ, പോലീസിന് ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റും, ചിലത് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ. അതുകൊണ്ട് ഇതിനകത്ത് ചില നിയമത്തിൽ വേണ്ട. സാറിന് നിയമതടസ്സം ഉണ്ടാവും എനിക്കറിയാം. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ ലക്ഷ്മണേട്ടനെ കോടതിയിൽ ഹാജരാക്കണല്ലോ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അനൂപ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക. പട്ടി കാട്ടം പോലെ നാറും. ചിലപ്പോ നമ്മൾ കുടുങ്ങും ചെയ്യും സാറേ. ജയേന്ദ്രനാണ് മാഡം. താനിപ്പം നല്ല തിരക്കിലാണല്ലേ? ഉവ്വ മാഡം, ഞാനിപ്പോൾ ഓരോ കേസുകളായിട്ട്. അപ്പം ഞാൻ കറക്റ്റ് ടൈമിനാ വിളിച്ചത്. തനിക്കൊരു 6 മാസം തരട്ടെ, ഒരു തിരക്കുമില്ലാതെ വീട്ടിലിരിക്കാൻ. മാഡം, നാളെ രാവിലെ ഒരു 10-10:30 മണിക്ക് എൻ്റെ ഓഫീസിലെത്തി സസ്പെൻഷൻ ഓർഡർ ഒപ്പിട്ട് വാങ്ങിക്കോ. അയ്യോ മാഡം, ഞാൻ എടോ മൈത്താണ്ടി, തന്നോട് ഞാൻ ചോറെന്ന് തന്നെയല്ലേ പറഞ്ഞത്? മറ്റന്നാ 11 മണിക്ക് IG കോടതി കൂട്ടി കയറി നിൽക്കും. ഇരുളൂർ വനമേഖല വെടിവെപ്പ് കേസിൽ വനം കൊള്ളക്കാരോ മാവോയിസ്റ്റ് പൂടകളോ ഇല്ലെന്നും പൊതുജനങ്ങളിൽ ഒരാൾ വെടിയേറ്റു മരിച്ചത് പോലീസിന്റെ പോക്കിരിത്തരം കൊണ്ടാണെന്നും കോടതിക്ക് മനസ്സിലാവും. കോടതി IG തെറി വിളിക്കും, IG എന്നെ തെറി വിളിക്കും. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ആക്ഷൻ എടുത്തല്ലേ പറ്റൂ. താൻ കുറച്ചുനാൾ അച്ചി വീട്ടിൽ പോയി അച്ചിങ്ങാ വെറുക്കി ഇരിക്കേ. മാഡം, ആ കേസിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് മാഡം. എന്തെന്ന്? അതെ മാഡം, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. മാവോയിസ്റ്റ് ബന്ധമുള്ളൊരു പ്രതിയെ കിട്ടിയിട്ടുണ്ട് മാഡം. പേര് ലക്ഷ്മണൻ. ഓ വണ്ടർഫുൾ. താൻ പൊരിച്ചു ജയേന്ദ്ര. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു മാഡം. സാർ എന്തൊക്കെയായി പറഞ്ഞത്? താൻ കേട്ടതല്ലേ? കേട്ടു, എന്നാലും എനിക്ക് മനസ്സിലായില്ല. വിശദമായി പറയാം. 90കളുടെ തുടക്കം തമിഴ്നാട്ടിൽ നിന്നും 100 കണക്കിന് തൊഴിലാളികളാണ് ഇരുളൂർ
നിലകൊള്ളി വടക്കേക്കാട് ഏരിയയിലേക്ക് കുടിയേറി വന്നത്. ആ ആ ആ കൂട്ടത്തിലെത്തിയതാണ് മേപ്പടി ലക്ഷ്മണൻ. ഏത് ഈ ലക്ഷ്മണൻ? ഈ ലക്ഷ്മണൻ ജനിച്ചതേ ആ. അങ്ങ് ശ്രീലങ്കയിലാണ്. ഏ? 80കളുടെ തുടക്കത്തിൽ ഈ പറയുന്ന ലക്ഷ്മണൻ 9 വയസ്സുള്ളപ്പോൾ ശ്രീലങ്കൻ പട്ടാളവും LTTയും തമ്മിലുള്ള ക്ലാഷിൽ ഇയാളുടെ അച്ഛൻ രുദ്രൻ കൊല്ലപ്പെട്ടതോടെ ആ അമ്മ ശങ്കുരനെയും ലക്ഷ്മണനും അഭയാർത്ഥിയായി തമിഴ്നാട്ടിലെത്തി. ഈ അമ്മ കൂടി മരിച്ചോടെ ഇയാൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് ഓടി ഒടുവിൽ ഇരുളൂരിൽ വന്ന് ഇവിടെ കുടിയേറി ഇവിടുന്ന് കല്യാണം കഴിച്ച് അങ്ങ് സെറ്റാവുകയും ചെയ്തു. പെണ്ണും കെട്ടി കുടുംബവുമായി പശുവിനെ മേയിച്ച് നടന്നെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സഹജ വാസന ഉള്ളിൽ തിങ്ങി നിറഞ്ഞ മേപ്പടി ലക്ഷ്മണൻ പൂനംകുടി വനമേഖലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ ആകർഷിക്കപ്പെടുകയും മാവോയിസ്റ്റുകൾക്ക് അവശ്യ സാധനങ്ങളും ചില്ലറ ആയുധങ്ങളുമൊക്കെ എത്തിക്കുന്ന ഇടനിലക്കാരനായി മാറുകയും ചെയ്തു. സ്വന്തം മോളെ കൊല്ലാൻ ശ്രമിച്ച കേസിലും പ്രതിയായ ലക്ഷ്മണനെ പൊന്നംകുളം CI ജയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിസാഹസികമായി കീഴടക്കുകയായിരുന്നു. എന്നാ ആര് പറഞ്ഞു? ഇത് ഞാൻ പറഞ്ഞ പോരായോ? ഓ, ഇത്രയും വലിയൊരു നുണ ഇത്ര പെട്ടെന്ന് സാർ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത്? ഇറ്റ്സ് കോൾഡ് എക്സ്പീരിയൻസ്. ഓ, സാറിനെ സമ്മതിക്കണം. റിസ്ക് ഒന്നുമില്ലല്ലോ. എടോ ലക്ഷ്മണൻ വാതിർന്ന ഇതിനേക്കാളും വലിയ റിസ്ക് അല്ലേ? മകളുടെ ആത്മഹത്യാ ശ്രമക്കേസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാതെ അതിനേക്കാളും വലിയൊരു കേസെടുത്ത് അവൻ്റെ പെട്ടലിക്ക് ഞാൻ വെച്ചു കൊടുക്കും. അതോടെ അവനെല്ലാം മറക്കും. എവിടെയോ കിടന്നൊരു ആദിവാസിയുടെ പേരിൽ ജോലി കളയാൻ എനിക്ക് വട്ടില്ല ശോക. അല്ല സാർ, അപ്പൊ SP തെളിവ് ചോദിക്കില്ലേ? ചോദിക്കും. സാറിന്റെ കയ്യിൽ തെളിവുണ്ടോ? ഇല്ല, ഉണ്ടാക്കണം. നിലവിൽ ലക്ഷ്മണന്റെ കയ്യിൽ ആധാർ കാർഡോ മറ്റു തിരിച്ചറിയൽ രേഖകളോ ഇല്ല എന്നുള്ളത് ഫാക്റ്റ് അല്ലേ? ശരി. ട്രൈബൽസിൽ എടുത്തിട്ടേതല്ലാതെ വേറെ ആരുടെ തലയിലാണോ നമ്മളിത് കെട്ടിവെക്കുക? ഇതൊരു പുതിയ സംഭവമൊന്നുമല്ലല്ലോ. തെളിവ് ഞാൻ ഉണ്ടാക്കും. ഇടം വരെ എത്തി. ഞാൻ പറഞ്ഞ ചെയ്തോണ്ടിരിക്കുകയാണ് സാർ. ഫ്രെയിമൊക്കെ റെഡിയാക്കിയോ? സെറ്റാക്കിയല്ല? സാറിങ്ങ് വന്നേ. ആ, ഇതൊന്ന് നോക്കി. ഓക്കെ അല്ലേ സാർ? അത് 3-4 ഇത് പഴയ പോലെ വരണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫോൺ നോക്കി ഓക്കെ അല്ലേ സാർ? അതല്ല, 25 വർഷം മുമ്പുള്ള അക്ഷരങ്ങൾ ഇങ്ങനെയല്ല. നമുക്ക് പഴയ ഫോണ്ട് വേണം. അത് ഓക്കെയാണ് സാർ. തേയില വെള്ളത്തിൽ മുക്കി ഉണക്കി എടുത്ത സെറ്റാണ്. പിന്നെ ലക്ഷ്മണൻ ശ്രീലങ്കക്കാരനാണെന്ന് ശ്രീലങ്കക്കാർക്ക് തന്നെ വിശ്വാസം വേണം. അതൊക്കെ ഞാൻ ഏറ്റ് സാർ. ആരാ സാർ? എൻ്റെ പേര് നവീൻ. ഞാനാണ് സാർ അന്വേഷിക്കുന്ന കേസിലെ പൊന്നിയുടെ വീഡിയോ എടുത്തത്. മേനോൻ സാറിൻ്റെ മകനാണ്. നീ വന്നേ. നിനക്ക് വേണ്ടി അല്ലടാ ഈ കൈവിട്ട കളി മുഴുവൻ കളിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ അപ്പൻ നിന്നെ ബാംഗ്ലൂർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. സാർ, ഞാൻ ചാടിയത് അച്ഛൻ അറിഞ്ഞിട്ടില്ല. ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത്. എനിക്ക് സാറിനോട് സംസാരിക്കണം. പറ. സാർ, ആ വീഡിയോ എടുത്തത് അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നല്ല. വി ആർ ഇൻ ലവ് ഫോർ ദ പാസ്റ്റ് 1.5 years. ഞങ്ങൾ രണ്ടിടത്ത് ഒരുമിച്ച് തങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ ഇടയിലെടുത്തൊരു വീഡിയോ ആണത് സാർ. പിന്നെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് അവളുടെ ഫോണിലേക്ക് ഇട്ട് കൊടുത്തത്. അവളുടെ കൺസെൻറ്റോട് കൊടുത്ത വീഡിയോ ആണ്. അല്ലാണ്ട് ഇത് അവളുടെ അച്ഛൻ കാണും, ഇതുപോലത്തെ പ്രശ്നം ഉണ്ടോയെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ. അതെന്ത് കുന്നകരം ആയിക്കോട്ടെ. നിന്നെ തൽക്കാലം സേഫ് ആക്കിയില്ലേ? നീ നിന്റെ അച്ഛൻ പറയുന്ന പോലെ ബാംഗ്ലൂർ എങ്ങോട്ടെന്ന് വെച്ചാൽ സ്കൂട്ടാവും. അത് പറ്റില്ല സാർ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഇത് പൊന്നിയാണ് സാർ. ഒരു ആദിവാസി പെണ്ണ് ഒരു മേനോന്റെ വീട്ടിൽ നടന്നു തന്നെടാ. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ പറയാൻ നാണമില്ലേ സാറേ? സാറിനെ കണ്ട് അവളുടെ അച്ഛനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ വാക്കിൽ ഒരു മാറ്റമില്ല സാറേ. അവൾ ജീവനോടെ തിരിച്ചു വന്നാൽ ഞങ്ങൾ ഒരുമിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ലൈവ് ഇട്ട് പറയേണ്ടവരോടല്ല ഞാൻ പറഞ്ഞോളാം സാറേ. അതിൽ നിന്നെ ഇതാരെ ഈ നേരത്തെ വിളിക്കുന്നത്? സാറാണ് സാറേ. എടോ ചെപ്പി, ആ മേനോന്റെ ചക്കൻ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ തള്ളിയിട്ട് ഓടി. അവനെ എവിടുന്നെങ്കിലും പൊക്കി എവിടെയെങ്കിലും കൊണ്ട് പൂഴ്ത്തി വെക്കാൻ പറ മേനോനോട്. നാശം പിടിക്കാനായിട്ട് ഈ കുരിപ്പ് എവിടെ പോയി പണ്ടാരം തുടങ്ങിയേക്കോ? ഇല്ലെങ്കിൽ നമ്മളെല്ലാരും പെട്ടുപോകും. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഇപ്പൊ ചെക്കനെ പൊക്കൊണ്ട് മേനോന്റെ കൂടെ ആവശ്യമല്ലേ? ആ ശരി, അറിയാലേ?
എങ്ങോട്ടേക്ക് കുത്തി കയറുന്നെ? ട്രിവാൻഡ്രം കുർല എക്സ്പ്രസിന് ഏയ്, വേ. സാറേ ഞാൻ നിക്ക്. സാറേ ഞാൻ വിളിക്കാം. സാറേ എന്താ അനൂപേ, ഒരു സി ഐയുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ? വേണ്ട. വേണ്ടേ? അല്ല മര്യാദ വേണ്ട സാറേ, ഇരുന്നോ. മര്യാദ കാണിക്കാറാകുമ്പോൾ ഞാൻ പറയാം. സാറെന്താ പറഞ്ഞു? ലക്ഷ്മണേട്ട ഈ നാട്ടിൽ ജനിച്ചതാണോ എന്നതിന് തെളിവുണ്ടോന്ന് അല്ലേ? അതിന് തക്ക ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. സാറിന് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, ചിലപ്പോൾ കണ്ട മനസ്സിലാവും. അതിലെന്താ പേര് എഴുതിയിരിക്കണം നോക്കിയേ. ലക്ഷ്മണൻ നമ്പൂരിയോ? അതെ, ലക്ഷ്മണ നമ്പൂതിരി. അയാൾ നമ്പൂരിയാണോ? ഇത് റേഷൻ കാർഡ്. വീണ്ടും ലക്ഷ്മണ നമ്പൂതിരി. താൻ എന്ത് തോന്നിയ സാറേ പറയുന്നത്? ഇത് തോന്നിയോസല്ല, ഇതൊക്കെ സർക്കാർ രേഖകളാണ്, ഞാൻ ഉണ്ടാക്കി പറയണതല്ല. സംഭവം വലിയ ട്വിസ്റ്റാ. 1990 വീട്ടുവേലയ്ക്ക് വന്ന ഒരു ആദിവാസി യുവതി അതിനെ പ്രേമിച്ച കുറ്റത്തിന് തറവാട്ടിലെ എടാകടിയന്മാരായ കാരണവന്മാരെ ഇയാളെ കെട്ടോട്ടടിച്ചു. ആരെ? നമ്മളെ നമ്പൂതിരെ, ലക്ഷ്മണ നമ്പൂതിരെ. 1.5 വർഷം അയാൾ അവളുമായിട്ട് കറങ്ങി, എവിടെ സെറ്റായില്ല. അവസാനം അവളുടെ നാടായ എവിടെ വന്ന് സെറ്റായി. അവിടെ നിന്ന് അവർ വിവാഹം കഴിച്ചു, കൊച്ചുണ്ടായി, ഭാര്യ മരിച്ചു. അങ്ങനെ ലക്ഷ്മണൻ നമ്പൂതിരി ലക്ഷ്മണൻ കാണിയായിട്ട് ഇവിടെ ജീവിച്ചു. അയാള് തിരുമേനിയാണെന്നാണോ? എന്തായാലും സാർ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു ആദിവാസി യുവാവാണെന്ന് കരുതി അകത്തിട്ടിരിക്കുന്ന ആൾ നല്ല മേനിയാണ്. പ്രശ്നമാവും, മൊത്തത്തിൽ പ്രശ്നം. അയ്യോ സാറേ മാറ്റി വെക്കല്ലേ. സാറെന്താ വീണ്ടും വീണ്ടും മണ്ടനാവണം? അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. എത്ര വേണമെങ്കിലും തരാം, മാറ്റി വെക്കാനും കത്തിക്കാനും എടുത്ത് നിർത്തും. അപ്പോൾ നമുക്ക് കോടതി വെച്ച് കാണാം. ഓക്കെ, ബൈ. അനൂപേ, കുർല എക്സ്പ്രസ്.